ഗായ്സ് നമ്മളങ്ങനെ സാങ്ച്വറി ഓഫ് ട്രൂത്തിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നു. ഇതാണ് നമ്മൾ വന്ന ബസ്. നമ്മൾ ഓൾറെഡി കാണിച്ചു. ആവശ്യം ഈ ബസ്സിൽ ഇരുന്നോണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം പോവാൻ. ഓൾറെഡി നമ്മുടെ ടിക്കറ്റ് ഒക്കെ ഓൾറെഡി നമ്മളെ ടീം ചേട്ടൻ എടുത്തിട്ടുണ്ട്. ഇതാ ചേട്ടൻ. നമ്മൾ ഇവിടുന്ന് ട്രൂത്തിലേക്ക് പോകണം. അവിടെ ആക്ച്വലി ഒരു മ്യൂസിയം അല്ലെങ്കിൽ ഒരു ടെമ്പിൾ എന്നൊക്കെ പല രീതിയിൽ പറയാന്നൊക്കെയാ പറയുന്നത്. അതായത് അവിടെ എപ്പോഴും ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടില്ല. അവിടെ എപ്പോഴും ഓരോ അറ്റകുറ്റപ്പണികളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഇതിപ്പോ നമ്മുടെ ബഡ്ജറ്റ് ഹോൾഡറുടെ തൊപ്പിയാണ്. ഈ തൊപ്പി മാറി അവരൊരു ഹെൽമെറ്റ് ഇവിടെ സാധനം തരും. കാരണം എന്തെങ്കിലും തലേ വീഴോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രിക്കോഷന് വേണ്ടി. പിന്നെ നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ കൈയുടെ ഇത്രയും ഭാഗവും പിന്നെ അതായത് നമ്മള് മൂന്നാ പറയുന്നേ. അത് ടെമ്പിളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പല പ്രിക്കോഷൻസും ഇവിടെ ഉണ്ട്. അത് മാൻഡേറ്ററി ആണ് ഈ ഗേൾസിനാണ് കേട്ടോ, ബോയ്സിന് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഈ വീഡിയോസും ഇവരുടെ എല്ലാം കാണുമ്പോൾ കാണാറുണ്ട്. സ്ലീവ്ലെസ്സും ഇവരുടെ ഇട്ട് വരുന്ന ആൾക്കാരെയും കാണാറുണ്ട്, ലേഡീസ് ആണെങ്കിലും. എന്താ കറക്റ്റ് നമുക്കറിയില്ല. പിന്നെ നമ്മളോട് അതെ നമ്മളോട് പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഏതായാലും അങ്ങനത്തെ ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. കഷ്ടപ്പെട്ട് പിന്നെ ഇവിടെ വന്നിട്ട് തിരിച്ചു അതുകൊണ്ട് അപ്പൊ നമ്മളേതായാലും പാർക്കിംഗ് വെയിറ്റ് ചെയ്യുകയാണ്. പോകണം. ഇവിടെ 32 ഡിഗ്രി ചൂടൊക്കെ ഉണ്ട്. നോർമലി തായ്ലാൻഡ് ചൂടാന്നാ പറയുന്നത്. എന്നാലും നമ്മുടെ കൊച്ചിയുടെ ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയൊന്നും നമുക്ക് തോന്നില്ല ഇതുവരെ. കാരണം അത്രയ്ക്ക് വെയിലത്തൂടെ നടന്നില്ല, അറിയത്തില്ല എങ്ങനെയാന്നുള്ളത്. അടിപൊളി പെമ്പിളാരാണ് ഗൈസ്, നല്ല വെളുവിളാന്ന്. ഇനിയും ഫ്രണ്ടിലേക്ക് പോകണം. ടിക്കറ്റ് ഒക്കെ എടുത്ത് ടിക്കറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട് നമ്മുടെ ടീം പ്രീമിയം പുള്ളിയുടെ കൊടുത്ത് പരിപാടി എല്ലാം കേട്ടിട്ട് ഇനി പോകണം. ഇനി ആക്ച്വലി ഇവിടുത്തെ കുറെ ആൾക്കാർ നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരും, എങ്ങനെയാ നമ്മൾ പോകേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാ പാലിക്കേണ്ടത്. സോ നമ്മളേതായാലും അങ്ങോട്ട് പോവാം. എന്നിട്ട് ബാക്കി നമുക്ക് എന്താ പരിപാടി എന്നൊക്കെ നോക്കാം. ഗൈസ് നമുക്കൊരു ബാൻഡും പരിപാടിയൊക്കെ തരുന്നുണ്ട് ഇതിനകത്ത് കയറണമെങ്കിൽ. സോ പണ്ട് നമ്മള് കോളേജിലൊക്കെ പോകുമ്പോൾ എക്സിബിഷൻ പരിപാടിയൊക്കെ പോകുമ്പോഴത്തേക്കും Your guide only buy 35. Okay, thank you. Go inside now. 310, go inside. ബാൻഡ് ഒക്കെ ഇടുന്നുണ്ട്. ഐഡന്റിഫൈ ഇതുള്ളവരെ മാത്രം കൊടുത്തു. നമ്മളെ കോർഡിനേറ്ററെ ഫോളോ ചെയ്ത് ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാങ്ച്വറി ഓഫ് ട്രൂത്ത് അതിലേക്ക്. നമ്മൾ ഏകദേശം ഓൾമോസ്റ്റ് ഇത്രയും ആൾക്കാരുണ്ട്. നമുക്ക് പരിപാടി എങ്ങനെയാന്നൊക്കെ നോക്കിയേക്കാം. ഇനി നമ്മൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമ്മൾ അകത്തേക്ക് എൻട്രി പോയിന്റ്. ഇവിടെ കുറെ ആടും പരിപാടി കണ്ടതുണ്ടോ? ഈ കാണുന്ന പയ്യനല്ലേ ഗൈസ്, ഈ പയ്യൻ ചെറിയത്തുള്ള കാർത്തിയാണ്. ഇവരാണ് എങ്ങനെയാണിത് വിദേശ കണ്ട് കാണാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മള് ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് എൻട്രിയിലേക്ക് വന്നു. ഇവിടെ നമുക്കൊരു കിഡിലൻ വ്യൂ ഉണ്ട്. അപ്പൊ ഈ ഫ്രണ്ടിൽ കാണുന്ന സാധനമാണ് സാങ്ച്വറി ഓഫ് ട്രൂത്ത്. കിഡിലൻ വ്യൂ. അതായത് നിങ്ങൾ ഒരു സീയുടെ അടുത്തായിട്ടാണ് ഈ സാധനം നിൽക്കുന്നത്. നമ്മളിപ്പോ ഇതിന്റെ ടോപ്പ് പൊസിഷൻ, നമുക്ക് ഇറങ്ങി അതിനകത്തേക്ക് എല്ലാം പറ്റും. ഇപ്പൊ നമ്മൾ ഇതിന്റെ ടോപ്പ് പൊസിഷനിലാണ്. അടിപൊളി വ്യൂ ആണ്. സോ നിങ്ങളെ സീ കണ്ടോ എന്നെ അക്വാട്ടിക്, നമ്മളിപ്പോ പ്രോപ്പർ അക്വാട്ടിക് എന്നൊക്കെ പറഞ്ഞില്ലേ, ആ സാധനമാണ് ഇത്. ഇത് കാണാൻ ഭയങ്കര രസം കേട്ടോ. നമ്മൾ ഈ മൊബൈലിൽ കാണുന്നല്ല, ഡയറക്റ്റ് നമ്മൾ നേരത്തെ ഈ കാണുമ്പോൾ ഭയങ്കര രസമാണ്. സോ ഇതാണ് സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ സംഭവം. നമ്മൾ അതിനകത്തേക്ക് കയറാൻ പോകുന്നതാണ്. നമ്മളിപ്പോ ഇത് പുറത്തുള്ള വ്യൂ ആണ്. നമ്മളിപ്പോ പുറത്തായിട്ട് ഇത്രയൊരു ഡിസ്റ്റൻസ് അകലെയാണ് നിൽക്കുന്നത്. ഡൗൺ സ്റ്റേറിൽ കൊണ്ട് അതിനകത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റുന്നതാണ്. സോ ഇതാണ് സാങ്ച്വറി ഓഫ് ട്രൂത്ത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് കയറി ഫുള്ള് നിങ്ങളെ കാണിക്കുന്നതാണ്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ് കേട്ടോ. കാരണം ഒന്നാമത് തായ്ലാൻഡ് വലിയ അത്രയും ഓവർ പ്രൈസ്ഡ് ആയിട്ടൊന്നുമല്ല. നിങ്ങൾക്ക് സുഖമായിട്ട് വന്ന് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഇത് പറ്റുവാണെങ്കിൽ മാക്സിമം എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പൊ ഞങ്ങൾ ഇതിനകത്ത് കയറിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സാങ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു വഴി കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ ആതിരപ്പള്ളിയിലെ നമ്മൾ പോലെ വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന ആ ഒരു വഴി പോലെ ഉണ്ട് കേട്ടോ. അതിനേക്കാളും കുറച്ചുകൂടെ അടിപൊളിയാണ് കേട്ടോ നടക്കാനൊക്കെ. പിന്നെ നല്ല തണുപ്പുമാണ്. ഹെൽമെറ്റും പരിപാടിയൊക്കെ വെച്ചു. സോ തല ഒന്ന് വീരായിരിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി. So last people is straight coming down, okay? You can come and sit over there here. Just a moment, wait here.
ഓരോ ഗ്രൂപ്പുകളായിട്ടാണ് കേട്ടോ നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഓരോ ഗ്രൂപ്പിനെ മാനേജ് ചെയ്യാനായിട്ട് ഓരോ ഗൈഡും കാണും. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ മുതൽ ഓരോരോ കാര്യങ്ങൾ അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇതെന്താണ്, ഇതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്താണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മൾ അതിലേക്ക് സാഞ്ചുറി ഓഫ് ട്രൂത്തിൻ്റെ അടുത്തേക്ക് പോകാറായി. അതാണ് ഈ ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. തായ്ലൻഡിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും കാണാൻ ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് എന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പോൾ ഇത് ലൈഫിൽ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യല്. 1981 സാങ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ നിർമ്മാണം തുടങ്ങുന്നത്. ഏകദേശം 2050 വരെ നീണ്ടു നിൽക്കുമെന്നാണ് കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ അറ്റകുറ്റപ്പണികൾ ഇപ്പോഴും അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് സാങ്ച്വറി ഓഫ് ട്രൂത്തിലേക്കുള്ള പ്രവേശന സമയം. ഏകദേശം 500 ബാത്തോളമാണ് ഒരാൾക്ക് സാങ്ച്വറി ഓഫ് ട്രൂത്തിലേക്ക് കയറണമെങ്കിൽ നമ്മൾ എൻട്രി ടിക്കറ്റായി എടുക്കേണ്ടത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഒരു ലോഹങ്ങളും ഉപയോഗിക്കാതെയാണ് സാങ്ച്വറി ഓഫ് ട്രൂത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. കല്ലോ കമ്പിയോ കോൺക്രീറ്റോ ഒന്നുമില്ലാതെ കൊത്തുപണികളിലൂടെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ഇവിടെ കാണുന്ന പോലുള്ള ക്ലിപ്പ് ആൻഡ് പ്ലേ മെക്കാനിസത്തിലാണ് സാങ്ച്വറി ഓഫ് ട്രൂത്ത് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ 105 മീറ്റർ ഉയരമുള്ള സാങ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ മുമ്പിൽ നമ്മളെത്തി. അതിമനോഹരമായ ദൃശ്യം. പെട്ടെന്ന് കണ്ടാൽ ഒരു പടുകൂറ്റൻ കപ്പൽ മുന്നിൽ നിൽക്കുന്നത് പോലെ. അങ്ങനെ നമ്മൾ സാഞ്ചുറി ഓഫ് ട്രൂത്തിൻ്റെ മുന്നിലേക്ക് എത്തി. ഇതാണ് കേട്ടോ പുറമേ നിന്നുള്ള സാഞ്ചുറി ഓഫ് ട്രൂത്തിൻ്റെ ഒരു അടിപൊളി വ്യൂ. ഇവിടെ നമുക്ക് ആനസവാരിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ആനപ്പുറത്തിരുന്ന് നമ്മുടെ സാഞ്ചുറി ഓഫ് ട്രൂത്ത് മുഴുവനായിട്ടും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ടെമ്പിളിന് ഏറ്റവും കൂടുതൽ സൗന്ദര്യം നൽകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഒരു കടൽ. അപ്പോൾ ആ കടലിൻ്റെ ഒരു ഭംഗിയും കൂടെ ഈ ഒരു ടെമ്പിളിന് എന്തായാലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാഞ്ചുറി ഓഫ് ട്രൂത്തിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇതാണ് നമുക്ക് അകത്തുനിന്ന് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോഴും പണികൾ നടക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ കമ്പും കോലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പം ഏറ്റവും മെയിനായിട്ട് അവരുടെ ഒരു പ്രതിഷ്ഠ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധൻ തന്നെയാണ്. ഇതിന് ചുറ്റുമായിട്ട് നമുക്ക് നമ്മുടെ ഓരോ ഐതിഹ്യങ്ങളും കാളിയമർദ്ദനവും അതൊക്കെയാണ് ഇവർ കൊത്തിവെച്ചിരിക്കുന്നത്. അതൊക്കെ തന്നെ നമ്മുടെ ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോ കാര്യങ്ങളും ഇവിടെ കൊത്തിവെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ പഴമയുടെ ഓരോ കഥകളാണ്. അപ്പോൾ കാളിയമർദ്ദനവും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഇത് നമ്മൾ സൈഡിൽ നിന്ന് ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരു ബീച്ച് ഉണ്ടെന്ന്. അപ്പോൾ ആ ഒരു ബീച്ചിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് അകത്തുനിന്ന് നോക്കുമ്പോൾ ആ ഒരു ബീച്ചിൻ്റെ ഭംഗി നമുക്ക് ഫുള്ളായിട്ട് ആസ്വദിക്കാൻ വേണ്ടി കഴിയും കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളും എടുത്തു കുറച്ച് ഫോട്ടോസൊക്കെ തന്നെ. അപ്പോൾ ഇത് നിങ്ങളെ ചുറ്റും ഒന്ന് കാണിക്കുന്നതാണ്. എന്തായാലും ഇത് മുഴുവനൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ഒരുപാട് നീളത്തിൽ കിടക്കുന്നതാണ്. അപ്പോൾ ഒരു പോർഷനാണ് ഞാൻ ഇവിടെ നിങ്ങൾക്കായി കാണിച്ചു തരുന്നത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു ബീച്ചിൻ്റെ ഒരു വ്യൂ. അടിപൊളിയാണ്. ഭയങ്കര ശാന്തവും സ്വസ്ഥവുമായിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു റിലാക്സേഷൻ കിട്ടും. അങ്ങനെ ബീച്ചിലേക്കുള്ളൊരു വ്യൂവും അവിടെ നിന്ന് നമ്മൾ അതായത് ഈ ഒരു ടെമ്പിളിൻ്റെ വെളിഭാഗം കാണുന്നതാണിത്. അപ്പം അടിപൊളിയായിരുന്നു. അപ്പം ലൈഫിൽ ഒരു വട്ടമെങ്കിലും നിങ്ങളിവിടെ ഒന്ന് പോയി എൻജോയ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ആ വ്യൂ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി ചെറിയൊരു കഫേ ഉണ്ട്. അപ്പം നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നമ്മുടെ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര തുടരുകയാണ് ഗൈസ്.